ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഒരുപാടത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്ത് നിന്നിട്ട് ഇന്ന് പോകുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ വേറെ എങ്ങോട്ടുമല്ല, കന്യാകുമാരിയിലോട്ടാണ് കേട്ടോ പോണത്. അപ്പം അതിനുള്ളൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പോകാൻ പറ്റണില്ല. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതിനുള്ളൊരു സമയമായത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ അതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടാണ് കേട്ടോ ട്രെയിന്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലോട്ട് കയറാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ, ഒരു 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ ഇത് നോക്കിയപ്പോൾ അതുകൊണ്ട് ഒരു ആന നിൽക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരം അവിടെ നിൽക്കുന്ന ആനയാണ് കേട്ടോ. ചേച്ചിയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലുള്ളതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ബാലരമപുരത്ത് നിന്നാണ് കേട്ടോ ട്രെയിൻ. അപ്പം ആ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ നടക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കൊല്ലത്ത് നിന്ന് എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രയിൽ കുറേ പേരും കൂടെ വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം അവർ വന്നിട്ടില്ല. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടെ പോകുമ്പോഴാണല്ലോ ഒരു രസം. അപ്പോൾ നമുക്ക് ട്രെയിൻ വരാനുള്ള സമയമായിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ നാഗർകോവിലാണ് കേട്ടോ ഇറങ്ങുന്നത്. കന്യാകുമാരി ട്രെയിൻ കിട്ടിയിട്ടില്ല. ഇവിടുന്ന് സ്ട്രെയിറ്റ് കന്യാകുമാരി ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വൈകിട്ടാട്ടോ ഇറങ്ങിയത്. വൈകിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ. അപ്പോൾ കയറിയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ആർക്കും ഇരിക്കാനൊന്നും സീറ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ അങ്ങ് ചെന്ന് പാറശാലയൊക്കെ എത്താറായപ്പോഴത്തേക്ക് എന്തായാലും എല്ലാവരും ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടി. എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അതുവരെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല സംസാരമാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ തനൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു. അപ്പോൾ അവൾ നേരത്തെ ഉറങ്ങി. അപ്പം ഞങ്ങളിനി അവിടെ ചെന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയിട്ടാട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം അറിയുന്നത് ഇനിയിപ്പോൾ കന്യാകുമാരി ട്രെയിൻ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ പോകണോ ബസ്സിൽ പോകണോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അറിഞ്ഞത് അത് കുറച്ച് ലേറ്റ് ആവുമെന്ന്. അപ്പോൾ ഞങ്ങൾ പിന്നെ ബസ്സിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ബസ് സ്റ്റോപ്പിൽ വന്നു കേട്ടോ. അപ്പോൾ ബസ് കുറച്ച് ലേറ്റായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ നേരെ അങ്ങ് കന്യാകുമാരി എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ നേരെ റൂമൊക്കെ എടുത്തു. റൂമെടുത്ത് ഞങ്ങൾ നേരെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് വന്നു കേട്ടോ. നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിലോട്ട് പോകാനേ തോന്നിയില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടൊക്കെ കേട്ടോ പോയത്. അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാണ്ട് റൂമിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.